നമ്മൾ ഇപ്പോൾ സ്കൂളിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? നമ്മളുടെ എഴക്കാടുള്ള സെന്റ് ഡൊമിനിക് AUP സ്കൂളിൽ ആദ്യമായി ചെന്നു. അവിടുത്തെ HM സുഭദ്ര ടീച്ചറായിരുന്നു. സുഭദ്രാമ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. പിന്നെ കൊച്ചുകുട്ടികൾ, 2ാം ക്ലാസ് കൊച്ചുകുട്ടികളെ പഠിപ്പിച്ചു, അവരെ കയ്യിലെടുത്തു. പിന്നെ ടീച്ചറുടെ ജീവിതം അങ്ങനെ അവിടെ തുടങ്ങി. ആ ഒരു മഴക്കാലത്തോടെ തുടങ്ങി അല്ലേ? ശരി, ഇനി ബാക്കി അനുഭവങ്ങൾ പറഞ്ഞോളൂ. സ്കൂൾ അങ്ങനെ പിന്നെ DPP സമ്പ്രദായം അതോടെ നമ്മളുടെ പഠനത്തിന്റെ എല്ലാം മൊത്തം മാറി. DPP എന്ന് പറയും. അങ്ങനെയാണ് സംഘവാസങ്ങൾക്ക് കൂടുതൽ എല്ലാ ടീച്ചേഴ്സിനും അവസരം കിട്ടിയത്. DPP വന്നാൽ കൂടെയാണ്. അങ്ങനെയാണ് കഥയും കവിതയൊക്കെ എഴുതാൻ തുടങ്ങി. നരേഷൻ മോഡലാണ്. ചെറിയ LP ക്ലാസ്സിലൊക്കെ ആദ്യ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടിയല്ലേ ടീച്ചേഴ്സിന് പഠിപ്പിക്കാൻ? ഒരു ടീച്ചേഴ്സിന് ട്രെയിനിങ്. പിന്നെ ആ സമയത്ത് കുട്ടികൾക്ക് എങ്ങനെ പഠിപ്പിക്കണമെന്നറിയാം. അപ്പോ അന്ന് ആ സമയത്ത് നിങ്ങൾക്ക് ട്രെയിനിങ് എവിടെയായിരുന്നു? പറളിയാണ് ഞങ്ങളുടെ സബ്ജില്ല. അവിടെ വെച്ചിട്ട് BRCയിൽ വെച്ചിട്ട് ട്രെയിനിങ്. പിന്നെ ശനിയാഴ്ചയുടെ ക്ലസ്റ്റർ ട്രെയിനിങ്, വെക്കേഷൻ ട്രെയിനിങ്, അങ്ങനെ എപ്പോഴും ഞങ്ങൾക്ക് ട്രെയിനിങ് ആയിരുന്നു. പിന്നെ ഇംഗ്ലീഷിന് വേണ്ടി ഇംഗ്ലീഷ് ട്രെയിനിങ്. അങ്ങനെ ട്രെയിനിങ്ങിൽ കൂടെ ഞങ്ങളെല്ലാവരും നല്ല മെച്ചപ്പെട്ട അധ്യാപകരാക്കി. കുട്ടികൾക്കാണെങ്കിലും കഥാ ക്യാമ്പ്, കവിതാ ക്യാമ്പ്, എപ്പോഴും അവരുടെ സംഘവാസനകൾക്കും എപ്പോഴും ഇങ്ങനെ കഥ എഴുത്ത്, നാടൻ പാട്ട്, കുട്ടിപ്പാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കും എപ്പോഴും ഓരോ ക്യാമ്പുകൾ, സഹവാസ ക്യാമ്പ്, അതൊക്കെ അതിൽ കൂടെ അവരുടെ സർഗശേഷികളെ വികസിപ്പിക്കാൻ. പിന്നെ എൻ്റെ സ്കൂളിൽ ആ സമയത്ത് 1-2 കുട്ടികൾ കവിത എഴുതി ആനുവൽ ഡേക്ക് പ്രകാശനം ചെയ്യുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ടീച്ചർ കുട്ടികളുടെ കാര്യം പറഞ്ഞു. ആ സമയത്ത് പിന്നെ സെന്റ് ഡൊമിനിക് സ്കൂളായത് എത്ര വർഷത്തിന് ശേഷമായിരുന്നു? എനിക്ക് റിട്ടയർഡാണ് ഒരു 10 കൊല്ലം മുമ്പ്. അവര് ഡൊമിനിക്കൻ സിസ്റ്റേഴ്സ്. ടീച്ചേഴ്സിനെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ ഒന്ന് പങ്കുവയ്ക്കാമോ? ടീച്ചേഴ്സ് ഒക്കെ ഞങ്ങൾ നല്ല കോപ്പറേഷൻ ആയിരുന്നു, നല്ലവരായിരുന്നു. എല്ലാ കാര്യത്തിലും അവരൊക്കെ സഹായിച്ചു. പിന്നെ കുട്ടികളെ ഇതേപോലെ കുട്ടികളുടെ കലാമേളയ്ക്ക് കൊണ്ടുപോവുക, അവരെ എക്സ്കർഷന് കൊണ്ടുപോവുക. അതെല്ലാ വർഷവും അല്ലേ? ഒരു വീട് വിട്ടാൽ മറ്റൊരു വീടാണ് സ്കൂൾ. കുട്ടികൾക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ്. കാരണം രാവിലെ 9 മണിക്കോ 9:30 എത്തുന്ന കുട്ടികള് വൈകുന്നേരം 4:30 വരെയും ടീച്ചർമാരെ കണ്ടും അല്ലേ? അപ്പോൾ കുട്ടികൾ ഒരുപാട് പേര് ഇങ്ങനെ പഠിച്ച് പോകുമ്പോൾ തല്ലിട്ടുണ്ടോ ആരെങ്കിലും? തല്ലാറില്ല. ടീച്ചർ ഏതായിരുന്നു പഠിപ്പിച്ചോണ്ടിരുന്നത്? 2ാം ക്ലാസ്സിൽ. ഏതായിരുന്നു വിഷയം? മലയാളം, മാത്സ്, EVS. പിന്നെ തുടക്കം മുതല് റിട്ടയർ ആവുന്നവരെ പിന്നെ ഒരു 8 കൊല്ലം 3ാം ക്ലാസ് 2-3 ആയിരുന്നു. അവിടെ ഇങ്ങനെ കുട്ടികൾക്ക് എല്ലാ വിഷയവും എടുക്കുക. ക്ലാസ് ടീച്ചർ സിസ്റ്റമാണല്ലോ. അപ്പൊ ആ ക്ലാസ്സിൽ ഇങ്ങനെ ഇരുന്ന് പഠിപ്പിക്കുക. കുട്ടികൾക്ക് രസകരമാകാൻ വേണ്ടി ചിലപ്പോൾ ഡാൻസ് കളിക്കും അല്ലേ? ആക്ഷൻ സോങ്, കഥ പറയുക, അങ്ങനെയൊക്കെ. പൂമ്പാറ്റയുടെ പാട്ട്, കാക്ക, അങ്ങനെ ഓരോ അന്യപാട്ടുകൾ പഠിപ്പിച്ചു കൊടുക്കുക. ടീച്ചറിന് കുട്ടികളെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? ചെറിയ കുട്ടികളായതുകൊണ്ട് ഇപ്പൊ അത്ര ഓർമ്മയില്ല. അവര് എന്നാലും ആദ്യകാലത്ത് അവർക്ക് പിന്നെ സ്കൂളിൽ തന്നെ കുട്ടികൾക്ക് യൂണിഫോമും നല്ല ഭക്ഷണവും ഒക്കെ കിട്ടാൻ തുടങ്ങിയല്ലോ കുറച്ച് കൊല്ലം കഴിഞ്ഞപ്പോ. ആദ്യം ഞാൻ പോയ കാലത്ത് അത്ര ഭക്ഷണമൊന്നും യൂണിഫോം അന്നൊക്കെ അവരുടെ കയ്യില് സ്കൂൾ ബാഗൊന്നുമില്ല. പ്ലാസ്റ്റിക് കവറില് ബുക്കൊക്കെ ഇട്ടിട്ടാ വരിക. ഡ്രസ്സൊക്കെ ഡ്രസ്സൊക്കെ പിന്നെ അങ്ങനെ യൂണിഫോം ഒന്നും ഇല്ലല്ലോ. പിന്നെയൊക്കെ യൂണിഫോം സ്കൂളിൽ നിന്ന് കൊടുക്കാൻ തുടങ്ങി. പിന്നെ അവർക്ക് 2000 രൂപ ഫണ്ടൊക്കെ ഉണ്ടായാലും ബാഗ്, കൊട അതൊക്കെ വാങ്ങാൻ തുടങ്ങിയപ്പോൾ കുട്ടികളെ നല്ല മെച്ചപ്പെട്ട നല്ല കുട്ടികളായി. നല്ല ബാഗും ഡ്രസ്സും യൂണിഫോമും ഒക്കെ ടിപ്പ് ടോപ്പിൽ. പിന്നെ സ്കൂളിൽ നല്ല വിഭവസമൃദ്ധമായ ഫുഡല്ലേ കൊടുത്തിരുന്ന. പാല് കൊടുക്കും, കോഴിമുട്ട, ആഴ്ചയിൽ 1 ദിവസം, മാസത്തിലൊരു പായസം. എന്തായാലും ടീച്ചറെ എഴക്കാട് സ്കൂളിനെ കുറിച്ചുള്ള ഒരുപാട് നല്ല ഓർമ്മകൾ അല്ലേ? നല്ല ഓർമ്മ.
നല്ല ഓർമ്മ. പിന്നെ സിസ്റ്റേഴ്സ് വന്നു. അപ്പോൾ റെജീന സിസ്റ്റർ, മോളി സിസ്റ്റർ അവരൊക്കെ HMs ആയിട്ട് ഇരുന്നിരുന്നു. അവരുടെ കാലത്ത് അക്കാഡമിക് കാര്യങ്ങളും എല്ലാം നന്നായിട്ട് തന്നെ സ്ട്രിക്റ്റ് ആയിട്ടും കുട്ടികളുടെ ഡിസിപ്ലിനും ഒക്കെ. പിന്നെ ഇത് ബിൽഡിങ് നല്ല ബിൽഡിങ് വന്നു. അതെല്ലാം വന്ന് സ്കൂളിൽ നല്ല പ്രോഗ്രസ്, കുട്ടികളുടെ എണ്ണം കൂടി. അങ്ങനെയൊക്കെ 500-600 കുട്ടികൾ 3 ഡിവിഷനൊക്കെ ഉണ്ട് 1ാം ക്ലാസ് തൊട്ട്. പിന്നെ pre-KG, പിന്നെ പ്ലേ ഗ്രൗണ്ട്, സ്കൂള്, ചെറിയ നഴ്സറി ക്ലാസ് KG ഉണ്ട്. പിന്നെ അവർക്ക് അവിടെ കളിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. നല്ല ലൈബ്രറി, ബുക്സ് ഒക്കെ വായിക്കാൻ സൗകര്യങ്ങളും ഉണ്ടാവുമ്പോഴാണ് കുട്ടികൾക്ക് ഒരു അല്ലേ താല്പര്യമുള്ളത്. നല്ല ടീച്ചേഴ്സും നല്ല കുട്ടികളും. എന്തായാലും സ്കൂൾ ജീവിതം അങ്ങനെ റിട്ടയർമെന്റ് കഴിഞ്ഞാൽ പിന്നെ പല അധ്യാപകർക്കും ഒതുങ്ങിക്കൂടെ ചെയ്യാം. പക്ഷേ ടീച്ചർ അങ്ങനെയല്ല. ടീച്ചർ ആ ഒതുങ്ങിക്കൂടിൽ നിന്ന് മാറിയിട്ട് ടീച്ചർ എഴുത്തിന്റെ ലോകത്തേക്ക് കൂടുതൽ ഇറങ്ങി അല്ലേ. സോഷ്യൽ മീഡിയ, പ്രത്യേകിച്ച് ഫേസ്ബുക്ക് അല്ലേ, അതിലെ ഭാഷ, മലയാളം, അക്ഷര കേരളം, സാക്ഷി, കുറേ ഗ്രൂപ്പുകളുണ്ട്. അത് ഓരോരോ സർഗസൃഷ്ടി, അങ്ങനെ എത്ര ഗ്രൂപ്പുകളെല്ലാം നമ്മൾ ജോയിൻ ചെയ്ത അതിലവരിങ്ങനെ ഓരോ വിഷയം തരും. പിന്നെ ആലാപനം ഉണ്ട്, എല്ലാ ഞായറാഴ്ചയും കവിത ആലാപനമുണ്ട്. അതിനുവേണ്ടി ഞാൻ ഓരോരുത്തരുടെ ബുക്ക് ഇങ്ങനെ ശേഖരിച്ചിട്ട് സുധുമ ടീച്ചറുടെ, മുരുകൻ കാട്ടാക്കട, അങ്ങനെ റഫീഖ അഹമ്മദ്, പിന്നെ ഗ്രന്ഥാലോക മാസിക അതിവിടെ വരുന്നുണ്ട്. അതില് കുരിപ്പുഴ ശ്രീ അവരുടെ ഒക്കെ ലീലാകൃഷ്ണൻ, ഇങ്ങനെ എല്ലാവരുടെയും കവിതകൾ അതിൽ ചൊല്ലും. അതെല്ലാം ഞാൻ ഓരോ ഞായറാഴ്ച അവരുടെ കവിതാ പുസ്തകം എടുത്തിട്ട് ഇന്നിപ്പോൾ ഏത് കവിത ചൊല്ലണം അതങ്ങനെ ചൊല്ലും. പിന്നെ അത് ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതൊരു വലിയൊരു ലോകത്തിലേക്കല്ലേ, നമുക്കൊരു ലോകം നമ്മുടെ മുൻപിൽ ഒരു വിരൽത്തുമ്പിലേക്ക് ഒതുങ്ങുന്നതാണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ. ടീച്ചർ എന്തായാലും എഴുതിയ അടുത്തൊരു കവിത. നിലയിന്നു തെളിയാതെ നിന്നു മുഖമാകെ കണ്ണീരണ്ടു ഇരുകര മുട്ടിയൊഴുകിയ പുഴയിന്ന മരുഭൂമി പോലെ വരണ്ടു ഓളപ്പരപ്പിൽ നീന്തിക്കളിച്ചതും കുഴിയിലക്ഷരമെഴുതി പഠിച്ചതും തീരത്തണയുന്നൊരോടങ്ങളെ നോക്കി നിളയുടെ ചാരേ വെറുതെ ഇരുന്നതും ഓർക്കുന്നു ഞാൻ, ഇന്നും ഓർക്കുന്നു ഞാൻ. കാലങ്ങളെത്ര കഴിഞ്ഞു, ഓളങ്ങളെങ്ങോ മറഞ്ഞു, ചിറകറ്റ പക്ഷി പോൽ നിളയുടെ ഗദ്ഗതം ഇരുളിൻ്റെ മാറിൽ മറഞ്ഞു. ഇനിയുള്ള ബാല്യം വിരൽ ചൂണ്ടി ചോദിക്കും ഇവിടെ പുഴയായിരുന്നു. ഇനിയുള്ള ബാല്യം വിരൽ ചൂണ്ടി ചോദിക്കും ഇവിടെ പുഴയായിരുന്നു. നിളയുടെ ഒരു ഭയങ്കര അല്ലേ നല്ല അർത്ഥമുള്ള കവിത. ഇത് ടീച്ചർ എഴുതാനുള്ള സാഹചര്യം എന്തായിരുന്നു? നിളയെ കുറിച്ച് ഇങ്ങനെ നീളാ സംരക്ഷണ സമിതി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഭാഗത്തുള്ളവര് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നിളയുടെ കുറിച്ച് ഇങ്ങനെ അവിടെ മണലൂറ്റിയെടുത്തിട്ട് നിളയുടെ വിസ്തൃതി കുറഞ്ഞ് പിന്നെ ആ പുഴയെ ഇല്ലാതെയാവുക എപ്പോഴും പത്രത്തിലും. അപ്പോൾ ഒരു അങ്ങനെയാണ് ഞാൻ ഇതിങ്ങനെ എൻ്റെ ഭാവനയില് നിളയെ കുറിച്ചിട്ടുള്ള ഒരു എഴുതാൻ തോന്നിയത്. നിള എന്ന് പറഞ്ഞിട്ട് നല്ല നല്ല വരികള്. കാലങ്ങൾ എത്ര കഴിഞ്ഞു, ഓളങ്ങൾ എങ്ങോ മറഞ്ഞു, ചിറകറ്റ പക്ഷി പോൽ നിളയുടെ ഗദ്ഗതം ഇരുളിൻ്റെ മാറി മറഞ്ഞു. ഇനിയുള്ള ബാല്യം വിരൽ ചൂണ്ടി ചോദിക്കും ഇവിടെ പുഴയായിരുന്നോ. കാരണം നാളത്തെ കുട്ടികളെ നാളത്തെ ബാല്യങ്ങൾ ചോദിക്കും ഇവിടെ പുഴ ഉണ്ടായിരുന്നോ. പകരം കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഉയർന്നു പൊങ്ങുമ്പോൾ ആ ഒരു ഇതിലേക്ക് മാറി. പുഴ ശോഷിച്ച് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ നാമൊക്കെ നമ്മളുടെ കണ്ടിരുന്ന ആ സുന്ദര ലോകത്തു നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നപ്പോൾ ഒരുപക്ഷെ നാളത്തെ തലമുറയ്ക്ക് പുഴ എന്ന് പറയുന്ന ചിത്രത്തിൽ മാത്രം കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ഇതിലേക്ക് ചുരുങ്ങിപ്പോയി. എന്തായാലും ടീച്ചർ ഒത്തിരി സന്തോഷം.